കേരള സമൂഹം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത് പ്രതികളായിട്ടുള്ള ആയമാരെ മാത്രമാണ്. പക്ഷെ ആയമാർ മാത്രമാണോ ഇതിനകത്തെ കുറ്റവാളികൾ? നമസ്കാരം. കേരള ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ തിരുവനന്തപുരത്തെ സ്ഥാപനത്തിൽ 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അവിടുത്തെ ആയമാർ തന്നെ ആ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു എന്ന ദുഃഖകരമായ വാർത്ത നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കേട്ടു. ഈ ദുഃഖവാർത്തയേക്കാൾ നമ്മളെ ഏറെ ഞെട്ടിപ്പിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് കേരള ശിശുക്ഷേമ സമിതിയുടെ പ്രസിഡന്റ്. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് വൈസ് പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറി അരുൺ ഗോപൻ പറഞ്ഞു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ആയമാർ മാത്രമല്ല, അവരുടെ മുൻകാല ചെയ്തികളെ മൂടി വയ്ക്കുകയുണ്ടായി എന്നൊരു സ്ത്രീ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവരെ വീണ്ടും ജോലിയിൽ തുടരുവാൻ അനുവദിച്ച സൂപ്രണ്ട് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ അത് എവിടെ നിന്നാണ് ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്, എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് കരയുന്നത് എന്ന് അന്വേഷിക്കാൻ സൂപ്രണ്ട് ഉൾപ്പെടെ ബാധ്യസ്ഥരാണ്. അവിടെ ഒരു ശിശു സംരക്ഷണ സമിതിയിൽ സന്ദർശിക്കേണ്ട മെഡിക്കൽ ഓഫീസേഴ്സ് ഇതിന്റെ പ്രതികളാണ്. എന്തിനേറെ നമ്മുടെ വീണ ജോർജ് ഒരു ദിവസമെങ്കിലും ആ സ്ഥാപനം സന്ദർശിച്ച മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ നിന്ന് സന്ദർശിക്കുകയാണെങ്കിൽ, അത്ര തിരുവനന്തപുരം അല്ലേ, സെക്രട്ടേറിയറ്റിന്റെ 8 കിലോമീറ്റർ ചുറ്റളവിൽ അവർക്ക് സഞ്ചരിക്കുന്നതിന് പ്രത്യേക ബദ്ധയുണ്ട്. ജനസേവനാർത്ഥം നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ ജനപ്രതിനിധികൾക്ക് നമ്മൾ കൊടുക്കുന്ന ശമ്പളവും അതിന് ആനുകൂല്യങ്ങളും എത്രയെന്ന് ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണുക. അപ്പോൾ ഇത്രയധികം ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുത്ത ജനസേവനത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ അവർ സഭ കൂടുന്ന സെക്രട്ടേറിയറ്റിന്റെ അടുത്താണ് ഈ സ്ഥാപനം. മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഇവരൊന്ന് സന്ദർശിക്കുകയോ കുട്ടികളുടെ ക്ഷേമാന്വേഷണങ്ങൾ നടത്തുകയോ ചെയ്തിരുന്നുവെങ്കിൽ അവിടെ ഇത്തരം ഒരു ക്രൂരമായ പീഡനം അരങ്ങേറുമോ? അവിടെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ കുട്ടികളെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇതിനു മുൻപും ഇത്തരം ക്രൂരമായ പീഡനങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് എന്ന് അവിടെ ജോലി ചെയ്തിരുന്ന ഒരായ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, കേരളത്തിൽ ഏതാണ്ട് 1500ഓളം ഓർഫനേജുകളുണ്ട്. അതിൽ 75,000-ഓളം കുട്ടികൾ വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ മെഡിക്കൽ ഓഫീസേഴ്സിന്റെ സേവനം അനിവാര്യമാണ്, അത് ഉണ്ടാവണം, അതാണ് നിയമം. അപ്പോൾ മെഡിക്കൽ ഓഫീസേഴ്സ് ഈ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും യഥാവിധി ഓരോ കുഞ്ഞുങ്ങളെയും പരിശോധിക്കുകയും അവരുടെ ആരോഗ്യവും മാനസികവുപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ഇത്തരം ക്രൂരമായ പീഡനങ്ങൾ ഈ ശിശുക്ഷേമ സമിതികളിൽ അരങ്ങേറില്ല. ഒരു സ്ത്രീ തന്നെ അവിടെ നടക്കുന്ന ക്രൂരമായ പീഡനങ്ങൾ ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് മൂടി വെച്ചുകൊണ്ട് ആ സ്ത്രീയെ അവിടെയുള്ള ജീവനക്കാർ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയെന്ന്. ഇത് ഈ തിരുവനന്തപുരത്ത് മാത്രമല്ല, ഒട്ടുമിക്ക സർക്കാർ സ്ഥാപനങ്ങളിലും നടക്കുന്ന ഒരു പ്രവണതയാണത്. കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ കുറ്റം വിളിച്ചു പറയുന്നവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത്. ഇത് പല സ്ഥലങ്ങളിലും പല സ്ഥാപനങ്ങളിലുമുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ, ഈ കൊച്ചുകുട്ടികളൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ കൗൺസിലേഴ്സ് അത്യാവശ്യമാണ്. ഈ കൗൺസിലേഴ്സ് അവിടുത്തെ ജീവനക്കാരെ ഓരോരുത്തരെയായി മാറ്റി നിർത്തി സംസാരിച്ചുകൊണ്ട് അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കേണ്ട ചുമതല ഈ അധികാരികൾക്കുള്ളതാണ്. ഈ വിദ്യാഭ്യാസ യോഗ്യത മാനദണ്ഡമാക്കി ഒരു PSC കാൻഡിഡേറ്റ്സിനെ അവിടെ നിയമിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരം പീഡനങ്ങളെ ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്ഥിരമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജോലി നിലനിർത്തിക്കൊണ്ട് പോകുവാൻ വേണ്ടി കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഡെയിലി വേജസുകാരെ നിയമിക്കുമ്പോൾ അവർക്ക് ആ ജോലിയോടുള്ള ആത്മാർത്ഥത എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ഏത് നിമിഷവും നമുക്ക് പിരിഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ ഇതിൽ ഇത്രയൊക്കെ ചെയ്താൽ മതി എന്ന ഉള്ള ഒരു മനസ്സ് ഈ താൽക്കാലിക ജീവനക്കാർക്കുണ്ടാകും. അരുൺ ഗോപി പറയുന്നത് പോലെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവിൽ പല സ്ഥാപനങ്ങളിലും നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 1500ഓളം ഓർഫനേജുകളുണ്ട്. അതിൽ യത്തീംഖാന, പിന്നെ മടമ്പക ഹോസ്റ്റലുകൾ, എന്തിനേറെ അങ്കണവാടി തൊട്ട് ഇങ്ങോട്ട് നമ്മൾ നോക്കിയാൽ സ്കൂൾ കോളേജ് തലം വരെ ഒട്ടനവധി കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് പൊതുരംഗത്തേക്ക് അറിഞ്ഞാലും അത് മൂടി വയ്ക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്.
ഇനി അറിഞ്ഞിട്ട് അത് പ്രസിദ്ധപ്പെടുത്തിയാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന സംഭവങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ നമ്മളും ഇതിനകത്ത് തെറ്റുകാർ തന്നെയാണ്. കാരണം ഒരു അങ്കണവാടിയിൽ എനിക്കുള്ളൊരു അനുഭവം പറഞ്ഞാൽ, അങ്കണവാടിയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ചേർത്തു. അപ്പോൾ 3 വയസ്സുള്ള കുട്ടി, ആ കുട്ടിയെ ഇപ്പോഴൊന്നും പഠിപ്പിക്കേണ്ട, അക്ഷരങ്ങളൊന്നും പഠിപ്പിക്കാറായിട്ടില്ല, 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ആ അമ്മ തിരിച്ചു വരികയാണ്. അപ്പോൾ 3-ാം ദിവസം ആ കുട്ടി പിന്നെ അങ്കണവാടി പോവില്ല എന്ന് ശാഠ്യം പിടിക്കുന്നു. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചു പറഞ്ഞത്, ഞാൻ സ്ലേറ്റിൽ കുത്തി വരച്ചപ്പോൾ ടീച്ചർ എന്നോട് കൈ നീട്ടാൻ പറഞ്ഞു, ഞാൻ കൈ നീട്ടി, ടീച്ചർ വടി കൊണ്ട് എൻ്റെ കയ്യിൽ അടിച്ചു എന്ന്. 3 വയസ്സുള്ള ഒരു കുട്ടിയെ നമ്മൾ നിർബന്ധ ബുദ്ധിയെ അക്ഷരം പഠിപ്പിക്കാൻ നിയമമില്ല. ആ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സംഭവം അരങ്ങേറിയപ്പോൾ ആ അമ്മ പരാതിയായിട്ട് അങ്കണവാടി ചെന്നപ്പോഴാണ് അറിയുന്നത്, അങ്കണവാടി ടീച്ചർ പല ദിവസങ്ങളിലും അങ്കണവാടിയിൽ എത്താറില്ല. കാരണം അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഫീൽഡ് ഉണ്ടായിരുന്നു, അവർക്ക് ഫീൽഡിൽ പോകണമായിരുന്നു, ഒത്തിരി കണക്കുകൾ ഉണ്ട്, ആ കണക്കുകളൊക്കെ ഞങ്ങൾക്ക് സർവേ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ന്യായങ്ങൾ. പിന്നെ എന്നും തന്നെ ഉള്ളത് ഈ ആയയായിരിക്കും. ആയയാണ് അടിച്ചത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ടീച്ചർ പറഞ്ഞൊരു ന്യായം, ഒരു ഷുഗർ പേഷ്യൻ്റ്, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ഒരു ഷുഗർ പേഷ്യൻറ്റിന് പെട്ടെന്ന് ദേഷ്യം വരും എന്നുണ്ടെങ്കിൽ ആ സർവീസിൽ അവരെ തുടരാൻ അനുവദിക്കരുത്. അതെന്തുകൊണ്ട് ICDS ഓഫീസേഴ്സ് കണ്ടെത്തുന്നില്ല? ഇത്തരം ഷുഗർ പേഷ്യൻസിനെ, കൊച്ചുകുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ചാൽ അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനം കൊണ്ട് അവർ ചിലപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്ന് വരും. സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് നമ്മൾ അതിനെ പ്രതികരിക്കുന്നതിനേക്കാൾ സംഭവം ഉണ്ടാകാതിരിക്കാൻ, ഇത്തരം ക്രൂരമായ പീഡനങ്ങൾ അരങ്ങേറാതിരിക്കാനുള്ള മുൻകരുതലുകളല്ലേ നമ്മുടെ ഈ നിയമസംഹിതയിൽ ഉണ്ടാവേണ്ടത്. ഇത്തരം സ്ഥാപനങ്ങളിലെല്ലാം കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നതിലുപരി ബാലപീഡനം, പ്രകൃതി വിരുദ്ധ പീഡനം, സ്ത്രീ പീഡനം, ഇങ്ങനെയുള്ള പീഡനങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ശക്തമായ ഒരു നിയമവും ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ കർക്കശമായ നിലപാടുകളും ഉറപ്പാക്കിയാൽ ഇത്തരം ദുരന്ത വാർത്തകൾ നമുക്ക് കേൾക്കാതിരിക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ഓർഫനേജുകളിൽ നടക്കുന്ന അനവധി പീഡനങ്ങളിൽ ഈ സമൂഹവും ഉത്തരവാദികളാണ്. അതെങ്ങനെയെന്നാൽ, വിവാഹിതരാകുന്ന സ്ത്രീയും പുരുഷനും തീരുമാനിക്കണം എപ്പോഴാണ് ഒരു കുഞ്ഞ് ജനിക്കേണ്ടതെന്ന്. ഒരു കുട്ടി ജനിച്ചാൽ അതിൻ്റെ ഭാവി കാര്യങ്ങളെല്ലാം നടത്തിപ്പോകുവാൻ ആ കുഞ്ഞിന് ആവശ്യമായ വിദ്യാഭ്യാസം, പരിചരണം, സ്നേഹം ഇതെല്ലാം കൊടുക്കാൻ പ്രാപ്തരാണെങ്കിൽ മാത്രം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ട ഒരു നിലപാട് ഈ വിവാഹ ജീവിതത്തിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് തീരുമാനിക്കണം. അതല്ലാതെ ഈ പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ കേരളത്തിൽ 75,000-ഓളം കുട്ടികൾ ഓർഫനേജുകളിൽ കഴിയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അച്ഛനും അമ്മയും മരിച്ചുപോയത് ഒരു കാരണമായിരിക്കാം. പക്ഷേ കുട്ടികളെ ജനിപ്പിച്ചതിന് ശേഷം അവരെ അനാഥ മന്ദിരത്തിൽ തള്ളിവിടുന്ന ഒരവസ്ഥയും നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിലുണ്ട്. ഇതിനാണ് ഈ സമൂഹം ഒരു ദൃഢപ്രതിജ്ഞ എടുക്കേണ്ടത്. നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനും ആ കുഞ്ഞിനെ സംരക്ഷിക്കാനും പ്രാപ്തരാകുന്നത് എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുക. ഇനിയും അനാഥ മന്ദിരങ്ങളിലെ രജിസ്റ്ററുകളിൽ കുട്ടികളുടെ പേരുകൾ കൂടാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി.